ഇന്ന് നമ്മൾ സദ്യ വിഭവമായ ഒരു പായസമാണ്, അടപ്രഥമനാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇനി അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അട 200 ഗ്രാം, ശർക്കര 300 ഗ്രാം, ഒന്നാം പാൽ 1 കപ്പ്, രണ്ടാം പാൽ 2 കപ്പ്, നെയ്യ് 2.5 ടേബിൾ സ്പൂൺ, അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്ത് 2 ടേബിൾ സ്പൂൺ വീതം, ഏലക്ക, ചുക്ക്, ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ വീതം, വെള്ളം ആവശ്യത്തിന്. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുക്കണം. അതിനായിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കാം. അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ നന്നായിട്ട് തിളപ്പിച്ചിട്ട് അലിയിച്ചെടുത്താലും മതി. എന്നിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിൽ കുറച്ചേറെ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചു. ഇനി ഇതിലേക്ക് അരിയുടെ അടയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അട നന്നായിട്ട് കഴുകിയിട്ട് അത് നന്നായിട്ട് വെന്ത് വരുന്നതിനായിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ മേടിക്കുന്ന അടയാണെങ്കിൽ മൈദയുടെ അടയും കിട്ടും, അരിയുടെ അടയും കിട്ടും. അരിയുടെ അടയാണോ നോക്കിയിട്ട് വേണം അത് മേടിക്കാൻ. ഇതിനെ അടച്ചു വെച്ച് നന്നായിട്ട് സോഫ്റ്റ് ആയി വരുന്നിടം വരെ വേവിച്ചെടുക്കാം. ഒരു 20-25 മിനിറ്റ് മതിയാവും ഒരു മീഡിയം ഫ്ലെയിമിൽ. അപ്പം നമ്മുടെ അട നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. അത് നമുക്ക് വെന്ത അട എടുത്തിട്ട് അത് അരിച്ചു മാറ്റി കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് വെക്കാം. അലിഞ്ഞു വന്ന ശർക്കര നന്നായിട്ട് അരിച്ചൊഴിക്കണം. കാരണം ഇതിൽ മണ്ണോ അഴുക്കോ ഒക്കെ കാണും. ഇതെല്ലാവരും മസ്റ്റായിട്ടും ചെയ്യണം. ഉരുളി ഉണ്ടെങ്കിൽ ആ പാത്രത്തിലായാലും മതി, അല്ലെങ്കിൽ ചെവിട് കട്ടിയുള്ള ഒരു വലിയ പാത്രം എടുക്കും. 2 കപ്പ് തിളച്ച വെള്ളത്തിലാണ് ഞാൻ ശർക്കര അലിയിപ്പിച്ചെടുത്തത്. ഇനി അതിലേക്ക് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന വേവിച്ച അട ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇത് നന്നായിട്ട് കുറുകി വരുന്നിടം വരെ നന്നായിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് പകുതി വെന്ത് നന്നായിട്ട് പറ്റി വരുന്ന സമയത്ത് കുറച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ച് ആ അടയായിട്ടൊന്ന് നന്നായിട്ട് ചേരുന്നിടം വരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം നെയ്യ് അതിനോടൊപ്പം യോജിച്ച് നന്നായിട്ട് ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. 2 വലിയ തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പാലാണ് ഈ ഒരു കപ്പ് ഒന്നാം പാലും 2 കപ്പ് രണ്ടാം പാലും എടുത്തിരിക്കുന്നത്. 2 വലിയ തേങ്ങയിൽ നിന്നുള്ള പാലാണ്. അതിന് ആദ്യം കിട്ടുന്ന ഫസ്റ്റ് മിൽക്കും ഒന്നാം പാല്, രണ്ടാമത് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഇളം ചൂടുവെള്ളം കൂടെ ഒഴിച്ച് മിക്സിയിലിട്ട് അടിച്ചെടുക്കും. അപ്പോൾ അങ്ങനെ കിട്ടുന്നതാണ് രണ്ടാം പാല്. നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് കുറുകി വരണം. നമ്മൾ ഈ അടപ്രഥമൻ വെക്കുമ്പോൾ പായസത്തിനകത്ത് നമ്മൾ ആദ്യം ശർക്കര അടയും കൂടി ഇട്ട് നന്നായിട്ട് തിളച്ച് നന്നായിട്ട് അത് കുറുകി പറ്റി വരുന്ന സമയത്ത് വേണം രണ്ടാം പാല് ചേർക്കാൻ. ആ രണ്ടാം പാലും വീണ്ടും അത് കുറുകി നന്നായിട്ട് പറ്റി വരുമ്പോഴേ ഒന്നാം പാല് ചേർക്കാവും. ഇത് നന്നായിട്ട് ഈ വെള്ളം കുറുകുന്നതിന് മുന്നേ അടുത്ത പാല് നമ്മൾ രണ്ടാം പാൽ ഒന്നാം പാൽ അങ്ങനെ ചേർത്ത് പോവുകയാണെങ്കിൽ പായസം നന്നായിട്ട് ടേസ്റ്റി ആകത്തില്ല. അതേപോലെ ഈ ശർക്കരയുടെ കളറൊന്നും നന്നായിട്ട് പായസത്തിന് കിട്ടത്തില്ല. ഇനി നമുക്ക് ചുക്കും ജീരകവും ഏലക്കായും ഒരേ അളവിലെടുത്ത് പൊടിച്ചെടുത്തതാണ്. ഇനി അതിലേക്ക് ഒന്നാം പാലിൽ നിന്ന് കുറച്ചെടുത്തൊന്ന് ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം ഇല്ലെങ്കിൽ നമ്മളിത് ഡയറക്റ്റായിട്ട് ഇടുവാണെങ്കിൽ പാൽ കുറച്ച് കട്ട കെട്ടിക്കിടക്കും. അത് കാരണം നമ്മൾ ആ തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്ത് ആ ഒന്നാം പാലും കൂടെ ഇനി ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടായാൽ മതിയാകും. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ തിളപ്പിക്കത്തില്ല. ഇപ്പം നമ്മുടെ പായസം റെഡിയായി. തീ വളരെ കുറച്ച് വെച്ച് ഒന്ന് ചൂടായി തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റണം. ഇനി നമുക്ക് മറ്റൊരു അടുപ്പിൽ ഇതിലേക്ക് വറുത്തിടാനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തും എല്ലാം ഇച്ചിരി നെയ്യിൽ വറുത്തെടുത്ത് മാറ്റി വെക്കാം. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരി തേങ്ങാക്കൊത്തെല്ലാം ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കണം. അതിനകത്ത് ആ മണവും എല്ലാം ഒന്ന് പുറത്തു പോകാതെ അതിൽ തന്നെ അതിൻ്റെ ഫ്ലേവർ എല്ലാം നന്നായിട്ട് കിട്ടുന്നതിനായിട്ട് ഒരു 10-15 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ അടപ്രഥമൻ റെഡിയായി. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.